എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 10ാമത്തെ സർഗത്തിലെ 59, 60 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 59ാമത്തെ ശ്ലോകത്തിൽ ഉപേന്ദ്രവജ്രവൃത്തവും 60ാമത്തേൽ ഉപജാതി വൃത്തവുമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ശ്രീകൃഷ്ണൻ വിദർഭരാജ്യത്ത് എത്തിയെങ്കിലും നേരെ അങ്ങോട്ട് ആ സ്വയംവര മണ്ഡപത്തിൻ്റെ അടുത്തേക്കൊന്നും പോയില്ല എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതോടൊപ്പം തന്നെ രാമേട്ടനും ബലരാമനും തൻ്റെ സൈന്യവുമായിട്ട് ശ്രീകൃഷ്ണനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വിദർഭരാജ്യത്തിലേക്ക് പോയി എന്നും പറഞ്ഞു നിർത്തി. ഇനി എന്തൊക്കെയാണ് സംഭവിക്കണത് എന്നുള്ളതാണ് പറയാൻ പോണത്. നമുക്ക് ആദ്യം 59ാമത്തെ ശ്ലോകം നോക്കാം. നിരർഗളപ്രേംഘത സംഖ്യയോധൈ തുരംഗമാതംഗരഥാധിരൂഢൈ യദുപ്രവീരൈ സഹയാതി തസ്മിൻ ബഭൂവ ഭൂമി പൃതനാമയീവ. ആദ്യം പദച്ഛേദം പറയാം. നിരർഗളപ്രേംഘത സംഖ്യയോധൈ തുരംഗമാതംഗരഥാധിരൂഢൈ യദുപ്രവീരൈ സഹ യാതി തസ്മിൻ ബഭൂവ ഭൂമി പൃതനാമയീ ഇവ. ഭൂമി എന്തായിത്തീർന്നു? ഈ ശ്രീകൃഷ്ണൻ കൊണ്ടുവന്ന സൈന്യവും അതോടൊപ്പം തന്നെ ബലരാമൻ്റെ സൈന്യവും കൂടി ചേർന്നിട്ട് ഭൂമി എന്തായി രൂപപ്പെട്ടു എന്നാണ് കവി ഇവിടെ പറയാൻ തുടങ്ങുന്നത്. നിരർഗള പ്രേംഘത സംഖ്യ യോധൈഹി. യോധൈഹി യോധ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഭടന്മാർ. ആ ഭടന്മാർ അസംഖ്യം ഉണ്ടായിരുന്നു, അനവധി ഭടന്മാർ. അവരെ പറ്റിയിട്ട് പറയാണ് നിരർഗള പ്രേംഘത് അസംഖ്യ യോധൈഹി. ഈ നിരർഗളത് എന്ന് പറഞ്ഞാൽ എപ്പോഴും ചലിച്ചു കൊണ്ടിരിക്കുന്ന, മുമ്പാക്കം നടന്നുകൊണ്ടിരിക്കുന്ന, പ്രേംഘത് അതാണ് ചലിച്ചുകൊണ്ടിരിക്കുന്ന, നിരർഗളം ഇടതടവില്ലാതെ അങ്ങനെയുള്ള അസംഖ്യം എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയ്ക്ക് യോദ്ധാക്കളോട് കൂടിയവരും. അപ്പോൾ സൈന്യം എന്ന് പറയുമ്പോൾ ചതുരംഗമാണല്ലോ. അപ്പോൾ അതിലാദ്യം ഈ കാലാൾ പടകളെ പറ്റിയിട്ടാണ് പറയണത്. അവർ എപ്പോഴും ചലിച്ചു കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് 10,000-കണക്കിന് കാലാൾ പടകളോട് കൂടിയവരും. പിന്നെ തുരംഗ മാതംഗ രഥ അധിരൂഢൈഹി യദുപ്രവീരൈഹി. തുരംഗം കുതിര, മാതംഗം ആന, അതുപോലെ തന്നെ രഥം തന്നെ. അപ്പോൾ ഈ 4 ചതുരംഗ പട, അതിൽ ആദ്യത്തേത് കാലാൾ പടയെ പറ്റി പറഞ്ഞു. അടുത്തതായിട്ട് പറയണത് 3 മറ്റു തരത്തിലുള്ള സൈന്യങ്ങളാണ്. ഒന്ന് തുരംഗം, കുതിരപ്പുറത്ത് കയറി, വെറുതെ കുതിരയുടെ പുറത്ത് കയറി യുദ്ധത്തിനായിട്ട് പോകുന്നവർ, ആനയുടെ പുറത്ത് കയറിയിട്ട് യുദ്ധത്തിനായിട്ട് പോകുന്നവർ, രഥത്തിൽ കയറിയിട്ട്. അപ്പോൾ അവിടെ ഒരു കുതിരയായിരിക്കില്ല, 2 അല്ലെങ്കിൽ 4, 7 അത്രയൊക്കെ കുതിരകളുണ്ടാവും. ഇത്രയധികം കുതിരകളെ പൂട്ടിയിട്ടുള്ള രഥങ്ങളിൽ ഇരുന്നു കൊണ്ട് യുദ്ധം ചെയ്യാൻ തയ്യാറായി പോകുന്ന രാജാക്കന്മാർ അല്ലെങ്കിൽ സൈന്യ തലവന്മാർ, അവരോടൊക്കെ കൂടിച്ചേർന്നുകൊണ്ട്, അതാണ് യദുപ്രവീരന്മാരോട് കൂടിയിട്ട്. ശ്രീകൃഷ്ണൻ്റെ അല്ലെങ്കിൽ ബലരാമൻ്റെ സൈന്യം എന്ന് പറയുന്നത് യാദവന്മാരാണ്, അതിലെ യുദ്ധപ്രമുഖന്മാർ. അവരോട് കൂടിച്ചേർന്നിട്ട് യുദ്ധപ്രവീരൈഹി സഹ തസ്മിൻ യാതി സതി. അങ്ങനെ ആ ശ്രീകൃഷ്ണൻ മുമ്പാക്കം പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ശ്രീകൃഷ്ണനും ബലരാമനും തങ്ങളുടെ സൈന്യത്തോട് കൂടിയിട്ട് വിദർഭ രാജ്യത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അതിങ്ങനെ ഒരു ഒഴുകി പോകുന്നത് പോലെയാണ് സൈന്യങ്ങൾ മുഴുവനും. പലതരത്തിലുള്ള പടകൾ, പലതരത്തിലുള്ള ചതുരംഗ പടകൾ ഇങ്ങനെ ഒഴുകി പോകുന്നത് കാണുമ്പോൾ ഭൂമി, ഈ രാജ്യം ഭൂമി ഉണ്ടല്ലോ, അത് പൃതനാമയി ഇവ ബഭൂവ. പൃതനാമയി എന്ന് പറഞ്ഞാൽ, പൃതന എന്ന് പറഞ്ഞാൽ സൈന്യമാണ്. സൈന്യങ്ങൾ മാത്രമുള്ളതായിട്ടുള്ള ഒരു പ്രദേശമാണോ എന്ന് പോലും സംശയിക്കത്തക്ക വിധത്തിൽ രൂപം മാറിപ്പോയി. അതായത് ഭൂമി എന്ന് പറയുന്ന ഭാഗം താഴെയുള്ളതായ മണ്ണോ കല്ലോ ഒന്നും കാണാനില്ല. സൈന്യങ്ങളുടെ ഭാഗങ്ങൾ, അതായത് ചിലപ്പോൾ കാലാൽ പടകളെ കാണാം, ചിലപ്പോൾ കുതിരകളെ കാണാം, ചിലപ്പോൾ ആനകളെ കാണാം, രഥങ്ങളെ കാണാം എന്നല്ലാതെ ഭൂമിയെ കാണാൻ തന്നെ ഇല്ലാതെയായി. അതുകൊണ്ട് ഭൂമി എന്നുള്ളത് സൈന്യങ്ങളുടെ ഒരു സമൂഹം എന്നുള്ള രീതിയിലേക്ക് മാറിപ്പോയോ എന്ന് വരെ സംശയിക്കത്തക്കതായി തീർന്നു ഭൂമിയുടെ അവസ്ഥ. അത്രയ്ക്ക് സൈന്യമാണ്, യാദവന്മാരുടെ സൈന്യമാണ് വിദർഭ രാജ്യത്തിലേക്ക് പതുക്കെ ചെന്നെത്തിയത് എന്നാണ് കവി ഇവിടെ പറയണത്. അപ്പോൾ ശ്രീകൃഷ്ണനും ബലരാമനും ഏതാണ്ട് വിദർഭ രാജ്യത്തിൻ്റെ അടുത്തെത്തി. കൊട്ടാരത്തിൻ്റെ അടുത്തേക്കൊക്കെ പോണേ ഉള്ളൂ, സ്വയംവര മണ്ഡപത്തിൻ്റെ ഭാഗത്തേക്ക് പോയില്ല. തൽക്കാലം അവിടെ യുദ്ധം ഉണ്ടാവുമോ എന്ന് പേടിച്ചിട്ട് എന്നൊക്കെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയേ ഉള്ളൂ. ഇനി അടുത്ത ശ്ലോകത്തിൽ എന്താണ് പറയണത് നോക്കാം. 60ാമത്തെ ശ്ലോകം നോക്കൂ.
ഹസ്ത്യശ്വസംഘേന സഹോർമിമാല സഭേന പുഞ്ജാ ധവളാതപത്രൈഃ തരസ്വിനീ യോഗമുപേത്യ രേജേ സാ വാഹിനീ കൃഷ്ണമഹാർണവേന. ആദ്യം പദച്ഛേദം പറയാം. ഹസ്ത്യശ്വസംഘേന സഹ ഊർമിമാല സഭേന പുഞ്ജാ ധവളാതപത്രൈഃ തരസ്വിനീ യോഗം ഉപേത്യ രേജേ സാ വാഹിനി കൃഷ്ണമഹാർണവേന. ഈ സൈന്യങ്ങളൊക്കെ കൂടി ചേർന്നിട്ട് ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് കണ്ടാൽ ഒരു പുഴ ഒഴുകുന്നത് പോലെ ആയിരുന്നു. ആ പുഴ ചെന്നെത്തുന്നത് സമുദ്രത്തിൽ, നീല നിറമുള്ള സമുദ്രത്തിൽ. അതായത് ഈ സൈന്യങ്ങളുടെ സമൂഹമാകുന്ന ഈ പുഴ ഒഴുകി ഒഴുകി ചെന്നെത്തുന്നത് നീല നിറത്തിലുള്ള സമുദ്രം എന്ന് പറയുന്നത് ഇവിടെ കൃഷ്ണനാണ്. ശ്രീകൃഷ്ണൻ്റെ അടുത്തേക്കാണ് അവർ സഹായം കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നെത്തിയത്. അത് പറയുകയാണ് കവി. തരസ്വിനി സാ വാഹിനി. തരസ്വിനി എന്ന് പറഞ്ഞാൽ വേഗത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നവളായ. തരസി എന്നൊക്കെ പറഞ്ഞാൽ, തരസ്വിനി എന്നൊക്കെ പറഞ്ഞാൽ വേഗത്തിൽ സഞ്ചരിക്കുക, വേഗത്തിൽ ഒഴുകുക എന്നർത്ഥം. വേഗത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നവളായ സാ വാഹിനി, ആ പുഴയാകട്ടെ, ഹസ്തി അശ്വസംഘേന. ഹസ്തി ആന, അശ്വം കുതിര. ഹസ്തികളുടെയും അതുപോലെ അശ്വങ്ങളുടെയും ആനകളുടെയും കുതിരകളുടെയും സമൂഹമാകുന്ന ആ സമൂഹത്തിന് എന്തായിട്ടാണ് ഇവിടെ പുഴയിൽ എന്തായിട്ടാണ് പറയണത്? സഹ ഊർമിമാല. ഈ പുഴയിലാണെങ്കിലും ചെറിയ ചെറിയ അലകളുണ്ടാവും, കൊച്ചോളങ്ങളുണ്ടാവും. ആ ഓളങ്ങൾ, അതായത് ഇതൊരു വലിയ പുഴയാണെന്നുണ്ടെങ്കിൽ അതിലെ ഓളങ്ങൾ ചെറിയ തിരമാലകളായിരുന്നു അതിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്നതായ ആനകളും കുതിരകളും. അതാണ് ഹസ്ത്യശ്വ സംഘേന സഹ ഊർമിമാല. ഹസ്തികളും അശ്വങ്ങളും ആനകളും കുതിരകളുമാകുന്ന ചെറിയ തിരമാലകളോട് കൂടിയിട്ട് അങ്ങനെയുള്ള നദി. അതുപോലെ തന്നെ ധവളാതപത്രൈഃ സഭേന പുഞ്ച. ധവളാതപത്രം, വെൺകൊറ്റക്കുട. ആ വെൺകൊറ്റക്കുട എന്ന് പറഞ്ഞാൽ അതിങ്ങനെ വെളുത്താണല്ലോ ഇരിക്കുക. ദൂരെ നിന്ന് നോക്കിയാലും അത് വെളുത്താണ് ഇരിക്കുക, നല്ല വെളുപ്പുണ്ടാവും. അത് കണ്ടാൽ ഈ പുഴയിലൂടെ ഒഴുകിപ്പോകുന്ന ഭേനപുഞ്ചം, പതകളുടെ കൂട്ടം പോലെ നല്ല ശക്തിയായിട്ട് പുഴ ഒഴുകുമ്പോൾ അവിടെ പതയുണ്ടാവും. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് പുഴകളിങ്ങനെ കൂലം കുത്തി ഒഴുകുമ്പോഴാണ് പതയുണ്ടാവുക. തെളിഞ്ഞൊഴുകുമ്പോൾ അത്ര പതയൊന്നും ഉണ്ടാവില്ല, ശക്തമായിട്ട് ഒഴുകുമ്പോഴാണ് പതയുണ്ടാവുക. അത് ആദ്യം തന്നെ പറഞ്ഞു, തരസ്വിനിയാണ്, വേഗത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നവളാണ് എന്ന്. അങ്ങനെ വേഗത്തിലൊഴുകുന്ന നദിക്കുണ്ടാകുന്ന പതകളാണ് ഈ വെളുത്ത വെൺകൊറ്റക്കുടകൾ. അങ്ങനെ ദൂരെ നിന്ന് നോക്കുമ്പോൾ വെൺകൊറ്റക്കുടകളൊക്കെ പതക്കൂട്ടം പോലെ തോന്നിച്ചു. അതാണ് ധവളാതപത്രൈഃ സഭേന പുഞ്ച. അങ്ങനെയുള്ളതായ ആ വാഹിനി നദി എന്തു ചെയ്തു? കൃഷ്ണമഹാർണവേന യോഗം ഉപേത്യ രേജേ. കൃഷ്ണമഹാർണവേന, കൃഷ്ണവർണ്ണമുള്ളതായ മഹാർണവത്തോട് എന്ന് വേണമെങ്കിൽ പറയാം. നീല നിറമുള്ളതായ സമുദ്രത്തോട് ചേർന്നിട്ട്. പുഴകളൊക്കെ അങ്ങനെ തന്നെയാണല്ലോ, സമുദ്രത്തിലാണല്ലോ പോയി ചേരുക. ഈ വാഹിനിയും സൈന്യങ്ങളുടെ നദിയും ചെന്നു ചേർന്നത് ഒരു സമുദ്രത്തിൽ തന്നെയായിരുന്നു. ആ സമുദ്രം ആരായിരുന്നു? ശ്രീകൃഷ്ണനാകുന്ന സമുദ്രത്തിൽ. അതാണ് കൃഷ്ണമഹാർണവേന. കൃഷ്ണൻ എന്നു പേരുള്ള ആ മഹാ അർണവുമായിട്ട് യോഗം ഉപേത്യ, ചേർന്നിട്ട്, ആ മഹാർണവുമായിട്ട് ചേർന്നിട്ട് എന്ത് സംഭവിച്ചു? രേജേ, ശോഭിച്ചു. ഈ സൈന്യം നന്നായി ശോഭിച്ചു. എങ്ങനെയാണ് ശോഭിച്ചത്? ശ്രീകൃഷ്ണനുമായിട്ട് യോജിപ്പുണ്ടായപ്പോൾ, ചേർന്നപ്പോൾ. അതായത് ഈ നദികളൊക്കെ അല്ലെങ്കിൽ അതിലുള്ളതായിട്ടുള്ള വെൺകൊറ്റക്കുടകളാകട്ടെ, അല്ലെങ്കിൽ ആനകളാകട്ടെ, കുതിരകളാകട്ടെ, ഇതിനെയൊക്കെ മറ്റൊരു രൂപത്തിൽ വർണ്ണിച്ചു. അങ്ങനെ ഒഴുകി ഒഴുകി വരുന്നതായിട്ടുള്ള ഈ നദി ശ്രീകൃഷ്ണനിൽ ചെന്ന് ചേർന്നു. ശ്രീകൃഷ്ണന് ധൈര്യവും സംരക്ഷണവും ഒക്കെ പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ സൈന്യം മുഴുവനും തയ്യാറായി നിൽക്കുന്നത്. ശ്രീകൃഷ്ണൻ്റെ സൈന്യമായിക്കോട്ടെ ബലരാമൻ്റെ സൈന്യമായിക്കോട്ടെ രണ്ടും ഒത്തുചേർന്നിട്ട് ശ്രീകൃഷ്ണനെ അനുഗമിച്ചുകൊണ്ട് അങ്ങനെ വലിയൊരു ശക്തിയായിട്ട്, വലിയൊരു സൈന്യമായിട്ട് അങ്ങനെ ഒഴുകാൻ തുടങ്ങി. അത് പതുക്കെ പതുക്കെ വിദർഭ രാജ്യത്തിൻ്റെ സമീപത്തെത്തി എന്നാണ് കവി വർണ്ണിക്കുന്നത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. നിരർഗളപ്രേംഘദസംഖ്യയോധൈഃ തുരംഗമാതംഗരഥാധിരൂഢൈഃ യദുപ്രവീരൈഃ സഹ യാതി തസ്മിൻ ബഭൂവ ഭൂമിഃ പൃതനാമയീവ. ഹസ്ത്യശ്വസംഘേന സഹോർമിമാല സഭേന യുഞ്ജാ ധവളാതപത്രൈഃ
തരസ്വിനീ യോഗമുപേത്യരേജേ സാവാഹിനി കൃഷ്ണമഹാർണവേന. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.